കോഴിക്കോട് കുറ്റ്യാടിയിൽ ക്യാൻസർ ബാധിച്ച യുവതി മരിച്ച സംഭവത്തിൽ അക്യൂപങ്ചർ ചികിത്സകർക്കെതിരെ ബന്ധുക്കൾ അക്യൂപങ്ചർ ചികിത്സയിലൂടെ രോഗം മാറുമെന്ന് യുവതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ശസ്ത്രക്രിയ നടത്തേണ്ട രോഗങ്ങൾ അക്യൂപങ്ചറിലൂടെ സുഖപ്പെടുത്താമെന്ന് പ്രചരിപ്പിക്കുന്ന ചികിത്സകന്റെ വീഡിയോയും പുറത്തുവന്നു. കുറ്റ്യാടി അടുക്കത്ത് വാഴയിൽ ഹാജറയാണ് കഴിഞ്ഞ ദിവസം ക്യാൻസർ ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇവർ ബ്രസ്റ്റിൽ മുഴ വന്നു, ശക്തമായ വേദന വന്നു, ചികിത്സയിലായിരുന്നു. പക്ഷേ ആധുനിക ചികിത്സ അവർക്ക് ലഭിച്ചില്ല. അവർ അക്യൂപങ്ചർ ചികിത്സയ്ക്കാണ് വിധേയയായത്. അക്യൂപങ്ചർ ചികിത്സകയായ കുറ്റ്യാടി സ്വദേശിയായ ഫെമിന എന്നിവരുടെ കീഴിലാണ് അവർ ചികിത്സ നടത്തിയത്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതില്ല എന്നും അക്യൂപങ്ചറിൽ ഇത് ചികിത്സിച്ച് ഭേദമാക്കാമെന്നും ഈ ശക്തമായ വേദന വരുന്നത് രോഗം ഭേദമാകുന്നതിൻ്റെ ഭാഗമാണെന്നും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഒരു വർഷത്തോളം ഇവർ അവരുടെ കീഴിൽ ചികിത്സ നടത്തിയത്. പിന്നീട് കോഴിക്കോട് സ്വദേശിയായ ഒരു ഷുഹൈബ് റിയാലു എന്ന മറ്റൊരു അക്യൂപങ്ചർ ചികിത്സകൻ്റെ കീഴിലും അവർ ചികിത്സയ്ക്ക് വിധേയമായി. ഏറ്റവും ഒടുവിലാണ് ബന്ധുക്കൾ വിവരമറിഞ്ഞത്. ഇങ്ങനെ ഗുരുതരമായ ക്യാൻസർ രോഗം മൂർച്ഛിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം അറിഞ്ഞത്. പിന്നീട് ക്യാൻസർ സെൻ്ററിലൊക്കെ ചികിത്സ നടത്തിയെങ്കിൽ അപ്പോഴേക്കും 4ാം ഘട്ടം പിന്നിട്ടിരുന്നു. അവിടുന്ന് അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ഈ അസുഖം സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ് മാറ്റുന്നത് നല്ലത്. നിങ്ങൾ അലോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ കീറി മുറിക്കുകയും സർജറിയൊക്കെ ചെയ്ത് ഒരിക്കലും രോഗം മാറാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരും എന്നവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അക്യൂപങ്ചർ ചികിത്സകനായ ഷുഹൈബ് റിയാലു രോഗികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ സന്ദേശവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഒരു നല്ലൊരു അക്യൂപങ്ചർ ചികിത്സകരെ കണ്ട് അത് ചികിത്സിച്ച് സർജറി ഇല്ലാതെ സുഖപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഗുണകരമായിരിക്കും. ഏതായാലും ഈ അക്യൂപങ്ചർ ചികിത്സയുടെ പേരിൽ നടക്കുന്ന വലിയ തട്ടിപ്പ് ജനങ്ങളുടെ ജീവൻ എടുക്കുകയാണെന്നും ഇക്കാര്യത്തിൽ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരും ആരോഗ്യവകുപ്പും എല്ലാം കൃത്യമായ നടപടികൾ എടുക്കണമെന്നാണ് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം കാണിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കുമൊക്കെ കുടുംബം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്.